ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ സയന്റിഫിക് ഓഫീസറിന്റെ എക്സാം ഡേറ്റിനെ കുറിച്ച് ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട്സ് ഉണ്ട്. എക്സാം ഡേറ്റ് എന്താണ് വൈകുന്നതെന്നുള്ളത്. അപ്പോൾ 2024 വന്നൊരു നോട്ടിഫിക്കേഷനാണ് ജൂനിയർ സയന്റിഫിക് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. 2025 PSC നടത്താൻ പോകുന്ന എക്സാംസിന്റെ കലണ്ടർ പബ്ലിഷ് ചെയ്ത ടൈമിൽ ജൂനിയർ സയന്റിഫിക് ഓഫീസറിന്റെ എക്സാം സ്ലോട്ട് വന്നിരുന്നത് ഒക്ടോബർ ഡിസംബർ മാസത്തിലായിരുന്നു. അതേപോലെ സെയിം സ്ലോട്ടിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ എക്സാം സ്ലോട്ടും വന്നത്. അപ്പോൾ ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ എക്സാം ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. 18/12/2025 ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ കൂടെ തന്നെ വരേണ്ടതായിരുന്നു ജൂനിയർ സയന്റിഫിക് ഓഫീസറിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് വരാത്തത് കൊണ്ടാണ് സ്റ്റുഡൻസിന് ഇനി എക്സാം വൈകുമോ, എന്താണ് എക്സാം വരാത്തതെന്നുള്ളൊരു ആശങ്ക വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ച നോട്ടിഫിക്കേഷൻസിന്റെ, അതായത് ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ വിളിച്ച നോട്ടിഫിക്കേഷൻസിന്റെ എക്സാം ഡേറ്റുകളെല്ലാം തന്നെ അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നോക്കുവാണെങ്കിൽ സയന്റിഫിക് ഓഫീസറിന്റെ ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/7/2025 ആയിരുന്നു. അപ്പോൾ അതിന്റെ എക്സാം ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു 30/12/2025. അതേപോലെ മീറ്റർ റീഡറിന്റെ വന്നത് 30/8/2025 അതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 29/1/2026. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ജനുവരി മാസം വരെയുള്ള എക്സാം കലണ്ടേഴ്സ് അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി വരാനുള്ളത് നമുക്ക് ഫെബ്രുവരി മാസത്തെ കലണ്ടറാണ്. നമുക്ക് എന്തായാലും ജൂനിയർ സയന്റിഫിക് ഓഫീസറിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തെ കലണ്ടറിലോ അല്ലെങ്കിൽ മാർച്ച് മാസത്തെ കലണ്ടറിലോ ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഫെബ്രുവരിയിലോ മാർച്ചിലോ ആണ് എക്സാം എങ്കിൽ നമുക്ക് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് കൺഫർമേഷൻ വരികയും വേണം. അപ്പോൾ നവംബർ മാസത്തിലാണ് കൺഫർമേഷൻ വരുന്നതെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഡിസംബറിലാണെന്നുണ്ടെങ്കിൽ അത് മാർച്ച് മാസത്തെ കലണ്ടറിലായിരിക്കും വരിക എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏറ്റവും അടുത്ത എക്സാം ഡേറ്റ് തന്നെ മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് ഫെബ്രുവരി മാസം തന്നെ നമുക്ക് എക്സാം ഉണ്ട് എന്ന് കരുതി തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എക്സാം ഡേറ്റ് വന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ പുറകോട്ട് പോകരുത്. നിങ്ങളുടെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ പഠിച്ചു തുടങ്ങിയത് അതേ എനർജിയോടുകൂടി തന്നെ നിങ്ങൾ അവസാനം വരെയും എക്സാം ഡേറ്റ് വരുന്നിടം വരെയും എക്സാം ഹോളിലേക്ക് കയറുന്നതിന് മുമ്പ് വരെയും നിങ്ങളുടെ ആ ഒരു എനർജി നിലനിർത്തുക. അപ്പം നമുക്ക് എന്തായാലും ഫെബ്രുവരി മാസത്തിൽ എന്തായാലും എക്സാം കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ നിങ്ങൾ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ സയന്റിഫിക് ഓഫീസറിന്റെ ഒരു ന്യൂ സ്റ്റഡി പ്ലാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.